ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹൻ കുഞ്ഞിനെ കൊണ്ടുപോകാനായി തുളസിയേട്ടന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ചന്ദ്രമോഹൻ വന്നതോടെ കുഞ്ഞിനെ കൊണ്ടുപോകുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് തുളസിയേട്ടൻ പ്രസന്നയെ ഉള്ളിൽ നിന്നും വിളിക്കുന്നുണ്ട്. പ്രസന്ന പുറത്തേക്ക് വരുമ്പോൾ ചന്ദ്രമോഹൻ പ്രസന്നയോട് വിശേഷം തിരക്കുന്നുണ്ട്. പ്രസന്നയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. സാറ് നല്ല ആളാണ്, ഞങ്ങളെ എല്ലാവരും പറ്റിച്ചില്ലേ, ഒന്ന് കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച ആളാണ് എന്നൊക്കെ ചന്ദ്രമോഹനെ നോക്കി പ്രസന്ന പറയുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ചേച്ചിക്കും കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ എന്ന് പറയാണ്. തുളസിയേട്ടനപ്പൊ പറയുന്നുണ്ട്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും സാറിന് ഒരു ചായ എടുക്കുക പറഞ്ഞ് പ്രസന്നയെ ഉള്ളിലേക്ക് വിടുകയാണ്. ചന്ദ്രമോഹൻ വന്നതറിഞ്ഞ് മീനാക്ഷി ജനലിലൂടെ ചന്ദ്രമോഹനെ നോക്കുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന് മീനാക്ഷിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. പിന്നീട് മീനാക്ഷി കുഞ്ഞിന്റെ അടുത്ത് പോയി കിടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ച് മാറോട് ചേർത്ത് പിടിക്കുകയാണ്. താനിഞ്ഞ് ഒരിക്കലും തന്റെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ചിന്തിച്ച് പിന്നീട് പ്രസന്ന ചന്ദ്രമോഹന് ചായ കൊടുന്നു കൊടുക്കുന്നുണ്ട്. തുളസിയേട്ടൻ അപ്പൊ ചോദിക്കുന്നുണ്ട്, അപ്പൊ എങ്ങനെയാണ് സാറേ കാര്യങ്ങൾ, ഇങ്ങനെ ഇന്ന് തന്നെ കൊണ്ടുപോവല്ലേ എന്ന് ചോദിക്കുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിനെയും മീനാക്ഷിയെയും വന്നിട്ട് കണ്ടില്ലല്ലോ, ആദ്യം അവരെ ഒന്ന് വിളിക്കുകയെന്ന് പറയുകയാണ്. പിന്നീട് പ്രസന്ന പോയി മീനാക്ഷിയെയും കുഞ്ഞിനെയും പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നീട് ചന്ദ്രമോഹനോട് തുളസിയേട്ടൻ പറയുന്നുണ്ട്, സാറേ ഞങ്ങൾ എന്തുമാത്രം സഹിച്ചു എന്നറിയോ, ഇവിടെയുള്ള ആർക്കും ഒന്നും തന്നെ വിശ്വാസാവുന്നില്ല. മീനുവിന്റെ ഭർത്താവ് ഗൾഫിലാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ആരും വിശ്വസിച്ചില്ല. ഒടുവിൽ ഇന്ന് തന്നെ നാട്ടുകാരോടെല്ലാം സത്യങ്ങൾ പറഞ്ഞു, സരോഗസി എന്നൊക്കെ. ഉള്ളവർക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായ അറിവില്ല, ഇപ്പോഴും അത്രയ്ക്കൊന്നും അങ്ങോട്ട് വിശ്വസിച്ചിട്ടുമില്ല. ആരാണ്ടൊക്കെ അവളെ ചതിച്ചതാണെന്നാണ് ഇവിടേക്ക് അടക്കം പറച്ചിലെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ കള്ളം പറയാൻ പോയത്, സത്യം പറഞ്ഞാൽ പോരായിരുന്നോ, എങ്ങാനും കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നിരുന്നെങ്കിൽ അപ്പൊ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചന്ദ്രമോഹൻ തുളസിയേട്ടനോട് ചോദിക്കുന്നുണ്ട്. ചേട്ടനപ്പൊ പറയുന്നുണ്ട്, കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ എന്തായാലും അവർക്ക് വിശ്വാസമാവല്ലോ, പിന്നീട് ഞങ്ങൾ അതെല്ലാം അങ്ങോട്ട് വിട്ടു എന്ന് പറയാണ്. അപ്പോഴേക്ക് മീനാക്ഷി കുഞ്ഞിനെയുമായി അങ്ങോട്ട് വരികയാണ്. മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണുമ്പോൾ ചന്ദ്രമോഹൻ ഒരുപാട് സന്തോഷാവുകയാണ്. മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മീനാക്ഷി സുഖം തന്നെയല്ലേ, വാടിയിരിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഒന്നുമില്ല സാർ, ആരിങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോ തന്നെ ആകെ ചങ്ക് പൊട്ടിപ്പോകുന്നത് പോലെ മീനാക്ഷി സങ്കടത്തോടെ പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, സോറി മീനാക്ഷി, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കുഞ്ഞിനെ വളർത്തേണ്ടിയിരുന്ന അമ്മ തന്നെ പോയി. ഇപ്പോൾ സാർ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോഴും ഭാര്യയുടെ മരണം അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. 2.5 മാസം അദ്ദേഹം ICUലായിരുന്നു, ഇപ്പോൾ വീട്ടിലുണ്ട്. ഇടെന്ന് പറഞ്ഞാൽ പൂനെയിലുള്ള വീട്ടിലാണ്, നടക്കാനൊന്നും കഴിയില്ല, വീൽ ചെയറിലാണ്. ആക്സിഡന്റിൽ കാല് രണ്ടും തകർന്നു പോയി, തവണ ഓപ്പറേഷൻ നടത്തി നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനിയും സർജറികൾ ആവശ്യമെന്നാണ് പറഞ്ഞത് ഒക്കെ ചന്ദ്രമോഹൻ പറയുമ്പോ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയാൽ അവിടെ ആര് നോക്കുമെന്ന് ചോദിക്കുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അതെ, ആ കാര്യം കൂടി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലെന്ന് പറയുമ്പോ മീനാക്ഷി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ മീനാക്ഷിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒഴിഞ്ഞു മാറാനും കഴിയുന്നില്ല. സാറിന്റെ റിലേറ്റീവ്സുമായി ഇതേപ്പറ്റി ഞാൻ ആലോചിച്ചു. ഇവർ പറയുന്നത് കുഞ്ഞിനെ ഏറ്റെടുത്ത് ഏതെങ്കിലും ചിൽഡ്രൻസ് ഹോമിൽ ഏൽപ്പിക്കാമെന്നാണ്. ചന്ദ്രമോഹൻ പറയുമ്പോ മീനാക്ഷിയും പ്രസന്നയും തുളസിയേട്ടനൊക്കെ ആക്കി ഷോക്കാവുന്നുണ്ട്. മീനാക്ഷി അപ്പൊ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല പറയുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, വെച്ചാൽ അനാഥ കുഞ്ഞായിട്ട് ഞങ്ങൾ വളർത്തുന്നു എന്നല്ല, ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കുഞ്ഞായിട്ട് ആ കുഞ്ഞവിടെ വളരും, വേണ്ടതെല്ലാം ഞങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്യും. സാറിന് പൂർണ്ണ ആരോഗ്യവാൻ ആയ ശേഷം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാമെന്ന് ചന്ദ്രമോഹൻ പറയാണ്. തുളസിയേട്ടൻ അപ്പോ അതിനെല്ലാം ശരിയെന്ന് പറഞ്ഞ്, അതെ, ഷൂ കൊടുത്താൽ ഏതാൾക്കാരാണെങ്കിലും നല്ലോണം നോക്കുമല്ലോ, ഇത് നല്ലൊരു കാര്യമാണെന്ന് പറയാണ്. മീനാക്ഷി അപ്പൊ പറയുന്നുണ്ട്, മേനോൻ സാർ ഇതിനെല്ലാം സമ്മതിച്ചു എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമോഹൻ അപ്പൊ പറയുന്നുണ്ട്, കുഞ്ഞിനെ പറ്റി ആലോചിക്കാനോ ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ ഇപ്പോൾ മേനോൻ സാറിന് കഴിയില്ല, ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ അദ്ദേഹം എന്ന് പറയാണ്. മീനാക്ഷി അപ്പൊ പറയുന്നുണ്ട്, വേണ്ട, കുഞ്ഞിനെ അനാഥാലയത്തിലൊന്നും ആക്കണ്ട, എന്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും ഉണ്ട്, എന്റെ കാര്യത്തിൽ സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരൊന്നും തീരുമാനമെടുക്കണ്ട, മോളെ അനാഥാലയത്തിലാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇവളെ ഇവളുടെ അച്ഛൻ വളർത്തും, അല്ലെങ്കിൽ അവളുടെ അമ്മ വളർത്തും, വേറെ ആരും ഇവളെ വളർത്തണ്ട, മതിക്കില്ല ഞാനതിന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് മീനാക്ഷി കുഞ്ഞിനെയുമായി ഉള്ളിലേക്ക് പോവുകയാണ്. മോഹനും പ്രസന്നയും തുളസിയേട്ടനെല്ലാം നിസ്സഹായരായി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് ഒന്നും പറയാതെ പ്രസന്നയും ഉള്ളിലേക്ക് കയറിപ്പോവുകയാണ്. പിന്നീട് ചന്ദ്രമോഹൻ കുഞ്ഞിനെ കൊണ്ടുപോവാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ഫിലോമിന ചേച്ചിയെ അങ്ങോട്ടേക്ക് മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണാൻ വരികയാണ്. പിന്നീട് ചന്ദ്രമോഹനെ പരിചയപ്പെടുന്നുണ്ട് ഫിലോമിന. അപ്പൊ മനസ്സിലായി, സാറാണല്ലേ കുഞ്ഞിന്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അല്ല, വേറൊരാളാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്
നടക്കുന്നതെന്ന് പറയാണ്. പിന്നീട് ഫിലോമിന പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ക്യാഷിന്റെ ഇടപാടുകൾ നടക്കുമായിരിക്കില്ലേ, എന്തായാലും കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, പ്രസന്ന ചേച്ചി ഇല്ലേ ഉള്ളിലെന്ന് പറഞ്ഞ് ഫിലോമിന അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ തുളസിയേട്ടൻ പറയുന്നുണ്ട്, ഫിലോമിന ഇപ്പോ ഞങ്ങളിവിടെ ഒരു കുടുംബകാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ വന്ന് കുഞ്ഞിനെ കാണൂ എന്ന് പറഞ്ഞ് ഫിലോമിന അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഫിലോമിനയാണെങ്കിൽ അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് വലിയ കുടുംബകാര്യം സംസാരിക്കുന്നു, എന്തെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ട് ഫിലോമിന ചേച്ചി നേരെ ആശാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് തുളസിയേട്ടൻ വന്ന് മീനാക്ഷിയോട് സംസാരിക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ അവര് കൊണ്ടുപോയിക്കോട്ടെ, അവരെങ്ങനെയാച്ച വളർത്തിക്കോട്ടെ, ഇതെന്തായാലും നമുക്കെന്താണ്, നമുക്ക് ചന്ദ്രമോഹൻ സാറുമായിട്ടാണ് ഇടപാട്, നമുക്ക് എന്താവശ്യമാണ് ഇതിനെ ചുമന്നുകൊണ്ട് നടക്കാൻ എന്നൊക്കെ തുളസിയേട്ടൻ പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അച്ഛൻ ഈ കുഞ്ഞിനെ ചുമക്കണ്ട, അല്ലേ ചുമക്കുന്നത്, പ്രസവിച്ച കുഞ്ഞാണിത്, ആരെങ്കിലും വളർത്താൻ ഏൽപ്പിച്ചതല്ല, എന്റെ ചോരയാണ് ഈ കുഞ്ഞിന്, അച്ഛൻ വെറുതെ എന്നോട് തർക്കിക്കണ്ട, അച്ഛൻ തോറ്റുപോവും, തീരെ പൊട്ടിയൊന്നല്ല, കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും, സാറിന്റെ മനസ്സോ ശരീരമോ ശരിയായിട്ടില്ല, ഒരു കുഞ്ഞിനെ നോക്കേണ്ട പ്രാപ്തിയും വന്നിട്ടില്ല, പിന്നെ വല്ല അനാഥാലയങ്ങൾക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ല, അതിലും എന്റെ മോളെ കൊടുക്കില്ല, അച്ഛന്റെ കസ്റ്റഡിയിൽ വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൊടുത്തോ. മീനാക്ഷി പറയുമ്പോ പ്രസന്ന പറയുന്നുണ്ട്, മോളെ അവര് കുഞ്ഞിനെ കൊണ്ടുപോയി അതുപോലെ തന്നെ വളർത്തിക്കോളും, കുഞ്ഞിനെ കൊണ്ടുപോയി അവരെങ്ങനെ വളർത്തുന്നതെന്ന് നമുക്ക് എല്ലാ കാലത്തും നോക്കാൻ പറ്റുമോ, കുഞ്ഞിനെ കൊണ്ടുപോയാൽ പിന്നെ ആ കുഞ്ഞുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. പ്രസന്ന പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, അമ്മേ കുഞ്ഞിനെ നല്ലതുപോലെ വളർത്തുമെന്ന് വിശ്വാസമുള്ള എന്റെ രണ്ടാളുകളെ ഈ ലോകത്തുള്ളൂ, അതൊന്ന് ഞാനും ഒന്ന് ഇവളുടെ അച്ഛനുമാണ്, ഒരാൾക്ക് ഞാൻ ഇവളെ വിട്ടുകൊടുക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല ഒക്കെ മീനാക്ഷി പറയുമ്പോ പ്രസന്ന പറയുന്നുണ്ട്, മോളെ നിന്റെ ജീവിതം നിന്റെ ഭാവി അതെല്ലാം നോക്കണ്ടേ എന്ന് പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, എന്റെ ജീവിതം തൊലഞ്ഞു പോയിക്കോട്ടെ, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അതെല്ലാം സഹിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് ചന്ദ്രമോഹൻ വരികയാണ്. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, കാണാൻ കഴിയാത്ത ഒരു പെൺകുട്ടി കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്നത് നാട്ടുകാരെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാം, അതിന്റെ വെല്ലുവിളികൾ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വന്നത്, എങ്ങനെയാണോ ഓഫണേജിന്റെ കാര്യം പറഞ്ഞതെന്ന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയുമില്ല, ആരോടും ഒന്നും മറച്ചു വെച്ചിട്ടില്ല, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മോളുണ്ടായതെന്ന്, സത്യം എന്തായാലും അവരോട് പറഞ്ഞു, അവര് വിശ്വസിക്കാത്തത് അത് നാട്ടുകാരുടെ പോരായ്മയാണ്. മീനാക്ഷി കടുംപിടുത്തം പിടിച്ച് പറയുമ്പോ തുളസിയേട്ടൻ ചന്ദ്രമോഹനോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു സാറേ, വിചാരിച്ചത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു നിങ്ങളാണെന്നാണ്, എനിക്ക് മനസ്സിലായി ഇവള് തന്നെയാണ് എന്റെ ശത്രു എന്നൊക്കെ തുളസിയേട്ടൻ പറയുമ്പോ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഇതിപ്പോ ഞാനാണല്ലോ ധർമ്മസങ്കടത്തിലായത് പറയുമ്പോ മീനാക്ഷി പറയുന്നുണ്ട്, ഒരു ധർമ്മസങ്കടവും വേണ്ട, സാറ് പോയി എന്തായാലും മേനോൻ സാറിനെ വിളിച്ചിട്ട് വായോ, ഞാൻ സാറിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാം, അതല്ലാതെ ചിൽഡ്രൻസ് ഹോം, ബേബി കെയർ ഹോം, അനാഥാലയം എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുതരില്ല എന്ന് മീനാക്ഷി പറയുമ്പോ ഇതെല്ലാം കേട്ട് ഒന്നും പറയാതെ ചന്ദ്രമോഹൻ പുറത്തേക്ക് പോവുകയാണ്. തുളസിയേട്ടനും പ്രസന്നയും മീനാക്ഷിയെ അങ്ങനെ നോക്കിക്കൊണ്ട് നിസ്സഹായരായി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഫിലോമിന ആശാന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ആശാനോടും സീതമ്മയോടും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. അവിടെ നല്ല കുടുംബ വഴക്കാണെന്നും മീനാക്ഷിയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആള് വരുമെന്ന് പറഞ്ഞില്ലേ, ആള് വന്നു, അയാളുമായിട്ട് എന്തൊക്കെയോ വഴക്കുണ്ട്, ഇതാണ് കാരണമെന്ന് നേരെ അറിയില്ല, പക്ഷെ അവിടെ നല്ല മുട്ടൻ വഴക്കാണെന്ന് ഫിലോമിന പറയുമ്പോ ആശാൻ പറയുന്നുണ്ട്, വീടായാൽ അവിടെ ചിലപ്പോ തർക്കവും ബഹളമൊക്കെ ഉണ്ടായിന്ന് വരും, ആളുടെ വാദം മറ്റാൾ അംഗീകരിക്കണമെന്നില്ലല്ലോ, അപ്പൊ അവിടെ തർക്കം വരും, ഒടുവിൽ എങ്ങനെയെങ്കിലും അതെല്ലാം ഒത്തുതീർപ്പാവും, എല്ലാം വീട്ടിൽ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണെന്ന് ആശാൻ പറയാണ്. ഫിലോമിനയാണെങ്കിൽ ഒന്നും വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും തുളസിയേട്ടനെ ഈ കുടുംബത്തെയും ഓരോന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആശാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ശരി ഞാൻ എന്തായാലും സരോജിനിയുടെ വീട് വരെ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഇതിനുശേഷം തുളസിയേട്ടനും ചന്ദ്രമോഹനും തമ്മിൽ വീണ്ടും പുറത്തു വെച്ച് സംസാരിക്കുകയാണ്. തുളസിയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ചന്ദ്രമോഹൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തകർന്നങ്ങനെ നിൽക്കുകയാണ് തുളസിയേട്ടൻ. ചന്ദ്രമോഹൻ അപ്പോൾ പുറത്തുപോയി കാറിൽ നിന്നും ഒരു ബാഗ് എടുത്തു വന്ന് അതിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് തുളസിയേട്ടന് കൊടുക്കുന്നുണ്ട്. ഒരു 2 ലക്ഷം രൂപയാണെന്നും ഇത്രയും ദിവസം നിങ്ങൾ കുഞ്ഞിനെ നോക്കിയല്ലോ, അതിന്റെ ഒരു പ്രായശ്ചിത്തമാണെന്ന് കരുതിയാൽ മതി. മീനാക്ഷി പറഞ്ഞത് വെച്ച് മേനോൻ സാറിന് ഇങ്ങോട്ട് വരാൻ ഇനിയും താമസമെടുക്കും, ഇതുവരെ മീനാക്ഷിയുടെയും കുഞ്ഞിന്റെയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം, ഇപ്പോൾ എന്തായാലും ഈ ക്യാഷ് വെച്ചോളൂ എന്ന് പറഞ്ഞ് തുളസിയേട്ടന് ആ ക്യാഷ് കൊടുക്കുകയാണ് ചന്ദ്രമോഹൻ. അപ്പോൾ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ
ക്യാഷ് മേനോൻ സാറ് തന്നയച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അല്ല, മേനോൻ സാറ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലല്ലോ ഇപ്പോൾ, ഇത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തന്നയച്ചതാണെന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഈ ക്യാഷ് എന്തായാലും ഞങ്ങൾക്ക് വേണ്ട. മേനോൻ സാർ അറിയാത്ത ഒരു ക്യാഷും ഇവിടെ വേണ്ട. മേനോൻ സാറിന് ഇനി ഒരു പക്ഷേ എന്റെ മോളെ ഓർമ്മ വന്നില്ലെങ്കിൽ ഇത് എന്റെ മാത്രം മോളല്ലേ, കുഞ്ഞിനെ വളർത്തേണ്ടത് എന്റെ കടമയാണ്, അതിനെന്തിനാണ് നിങ്ങൾ ക്യാഷ് തരുന്നത്? കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇതുവരെ എത്ര ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞു. ഇത്ര നേരം വയറ് നിറച്ചു ഉണ്ടോ? എന്നാലും ഞങ്ങൾക്കൊരു ഉളുപ്പില്ല സാറേ. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി കണക്ക് പറയാനും ക്യാഷ് വാങ്ങാനും ഞങ്ങൾക്ക് തോന്നുവോ? വാങ്ങിച്ച പൈസ തന്നെ അധികമാണ്, ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എല്ലാം ഞങ്ങളുടെ ഗതികേട് കൊണ്ട് വാങ്ങിച്ചു പോയതാണ്. എങ്കിലും സാധിച്ചാൽ ഞങ്ങൾ വാങ്ങിച്ച ക്യാഷ് എല്ലാം ഞാൻ തിരിച്ചു തരുമെന്ന് മീനാക്ഷി പറയുമ്പോ തുളസിയേട്ടൻ ആകെ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ മേനോൻ സാർ വന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയാലും ശരി, ഞാൻ ആ കടം വീട്ടുമെന്ന് മീനാക്ഷി പറയാണ്. ഇതെല്ലാം കേട്ട് തുളസിയേട്ടൻ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ മീനാക്ഷിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.